നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന കലാകാരനായിരുന്നു ഷാജു പനയൻ. നാടൻപാട്ട് രംഗത്ത് നിരവധി സംഭാവനകൾ നൽകി നിരവധി കലാകാരന്മാരെ വളർത്തിയെടുത്ത് കേരളത്തിനകത്തും പുറത്തും തൻ്റെ ഖ്യാതി വ്യാപിപ്പിച്ച പ്രിയ കലാകാരൻ ഷാജു പനയൻ. ഷാജു പനയന്റെ രണ്ടാമത് അനുസ്മരണ ദിനത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു കലാകാരന് അവാർഡ് കൊടുക്കുകയുണ്ടായി. നുച്ചിയാട് ഉന്നതിയിലെ കൈമ കുഞ്ഞിരാമൻ എന്ന കലാകാരനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിക്കുകയും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയും ചെയ്തു. അവഗണിക്കപ്പെടുന്ന ആദിവാസി സമൂഹത്തിലെ വിവിധ നാടൻ കലാരൂപങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു കലാരൂപമാണ് കൊക്കമാന്തിക്കളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കൊക്കമാന്തിക്കളി പരിശീലിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൈമ കുഞ്ഞിരാമേട്ടനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞിരാമേട്ടാ, നമസ്കാരം. കുഞ്ഞിരാമേട്ടനൊരു ചെറിയ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിരാമേട്ടനെ കാണാൻ വന്നത്. ഈ ഓണ സമയത്ത് തന്നെ കുഞ്ഞിരാമേട്ടനെ കാണാൻ വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് തന്നെ വന്നത്. അപ്പോൾ ഓണമാണ്. ഓണത്തോടനുബന്ധിച്ചിട്ട് എന്തിൻ്റെ ആഘോഷ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണപ്പൂക്കളവും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഓണാഘോഷം എന്ന് വെച്ചാല് ഇള്ളേനെ കൊണ്ട് ഓണം കഴിക്കുക. അതെ, നമ്മൾ പണ്ടുള്ള ഉള്ളതിനെ കൊണ്ട് ഓണം കഴിക്കുക. അതിപ്പം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് അരക്കാതെ രീതിയിലേക്ക് കൂടി പിന്നെ ജീവിതമൊക്കെ മുന്നോട്ട് പോകണം. ഈ ഓണക്കാലത്തെല്ലാം അപ്പുറം പോയിട്ട് ആയിരുന്നു ഇപ്പുറം വന്നായിരുന്നു അങ്ങനെയുള്ള ഒരു നിലപാട് വരാൻ പാടില്ല. കുഞ്ഞിരാമേട്ടൻ ഇവിടെ ആരൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? കുഞ്ഞിരാമേട്ടനും മക്കളും എങ്ങനെയാണ്? ഇവിടെ എൻ്റെ പിന്നെ കണ്ണ് കാണാത്ത ഒരു കുഞ്ഞുമോനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഈ കണ്ണ് കാണാത്ത കുഞ്ഞുമോൻ എന്ന് പറയുന്നത് കുഞ്ഞിരാമേട്ടന്റെ മോനാണോ അതോ മോന്റെ കുട്ടി? മോന്റെ കുട്ടിയാണ്. കണ്ണിന് കാഴ്ച ചെറുപ്പം മുതലേ ഇല്ലാത്തായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ സ്കൂളിലൊന്നും പോകുന്നുണ്ടാവില്ല. ഇല്ല. അപ്പൊ പ്രയാസത്തിലാണ്. മക്കളൊക്കെ ഇതിന്റെ ചുറ്റും തന്നെയാണോ താമസിക്കുന്നത്? ഈ കോളനിയിൽ തന്നെയാണ് എല്ലാം അപ്പുറം. ഓക്കെ. അപ്പൊ ഈ കോളനി എന്ന് പറയുന്നത് സാധാരണ നമ്മള് ഇപ്പോ ഈ ഇടക്കാലത്ത് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് കോളനി എന്നുള്ള പദം ഉപേക്ഷിക്കണം. അതെ, കോളനി എന്നുള്ള പേര് പറയരുത്. അതിന് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പേരുകൾ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പഞ്ചായത്ത് അതിന്റെ നടപടിയും കാര്യങ്ങളെല്ലാം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ കണ്ണൂരെ ഒരു നാടൻ പാട്ട് കലാകാരൻ ഷാജു പനയൻ എന്നാണ് പേര്. അതെ, ഷാജു പനയൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാര കൂട്ടായ്മ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് തീരുമാനിച്ചു. അത് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷാജു പനയനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാടൻ പാട്ട് കലാകാരനാണ്. അതുപോലെ തന്നെ പരിശീലകനാണ്. അങ്ങനെ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് തന്നിട്ടുണ്ട്. ആ അവാർഡ് തന്നത് നമ്മുടെ ഒരു കലാരൂപം, അതായത് ഒരു ആദിവാസി കലാരൂപം എന്ന് തന്നെ പറയാം. ഒരു കൊക്കമാന്തിക്കളി. ആ കളി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു, അത് അവതരിപ്പിച്ചു, അതിനെപ്പറ്റി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ അവാർഡ് തന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അപ്പൊ അതിന്റെ കളിയെ പറ്റി ഒന്ന് പറയാൻ പറ്റും? എന്തിനാണ് ഈ കൊക്കമാന്തിക്കളി എന്ന് ഉദ്ദേശിക്കുന്ന ഈ കളി? എന്താണ് ആ കളി? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. അത് നമ്മൾ മരിച്ചാലും ഈ ചടങ്ങെടുക്കും, മരിച്ചിട്ടില്ലെങ്കിലും ഈ ചടങ്ങെടുക്കും. ഒരു കല്യാണ പരിപാടി ഉണ്ട്, കല്യാണത്തിനും എടുക്കും ഈ ചടങ്ങ്. ഇനി മരിച്ച് അടിയന്തരത്തിനായിട്ടുണ്ടെങ്കിൽ അതിനും എടുക്കും ഈ ചടങ്ങ്. ഇനി വേറെ എന്തെങ്കിലും ഒരു ഉത്സവ സ്ഥലത്ത് എന്തെങ്കിലും വേണമെന്ന് കണ്ടാലും അന്നേരം എടുക്കും ഈ ചടങ്ങ് തന്നെ. അതായത് പറഞ്ഞു വന്നത്, ഇപ്പം ഈ കൊക്കമാന്തിക്കളി എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ നിമിഷങ്ങളിലും അതുപോലെ തന്നെ സങ്കട നിമിഷങ്ങളിലും എന്ന് വേണ്ട നമ്മളെ ആഘോഷ നിമിഷം എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒരു കൂടെ തന്നെ, അതായത് കൂട്ടായ്മയ്ക്ക് നിൽക്കുന്ന ഒരു കളിയാണിത്. നമ്മളെ കൂടെ തന്നെ എന്തിനും കൂട്ടായ്മയ്ക്ക് നിൽക്കുന്ന ഒരു കളിയാണ് ഈ കൊക്കമാന്തിക്കളി. അപ്പൊ ഈ കൊക്കമാന്തിക്കളിന്റെ ആ ഒരു രണ്ടുപേര് പാട്ട് പാടാൻ പറ്റുമോ? ഒന്ന് പാടിയ ചെമ്പിലേക്ക് ചോറ് വെപ്പാകാണ്, അറവ കുറവെ തന്തയിന്തായി പണിക്ക് പോവാകാണ്. ചെമ്പിലേക്ക് ചോറ് വെപ്പാകാണ്, അറവ കുറവെ തന്തയിന്തായി പണിക്ക് പോവാകാണ്.
പൂ പറിച്ചു വെക്കാത്ത ചപ്പു പറിച്ചു വെച്ച് വില്ലൂരി കല്ലും തപ്പി തപ്പി മന്ദ ഓടന്തോടു ചെമ്മം കൊണ്ടു നടന്നു മന്ദ ഒക്കെ അച്ചു കുത്തുത്ത കുത്തലി തപ്പന്തള്ളിൽ കേട്ട അച്ഛന പുള്ള കിരഞ്ചും തൈര കൂട്ടിലും കേട്ട നിലഞ്ചെരിയ മിച്ചാത്ത് മീന പുള്ള ചാത്തു അതിനൊക്കെ കൈപ്പാകരും നല്ല പുണിയ കരും പിടിച്ചോ മഞ്ചേര് കുളം നല്ല പുണിയ കുളം പിടിച്ചോ മഞ്ചേരു 5 6 6 തുട്ടി കുട്ടിഞ്ചോ കള്ളുകാര മായക്കന പാഞ്ചി പതക്കി തൂഞ്ചോ കോക്കെ അച്ചു കുത്തു കുത്തലി പന്തലി കേട്ട അച്ഛന പുള്ള കിരഞ്ചും തൈര കുട്ടിലും കേട്ട കോഴിക്കോട് കൊമ്പാമ്പരു കട്ടിഞ്ചും കാത്തിയാങ്കും മാതിഞ്ചും കോഴിക്കോട് കൊമ്പാമ്പരു കട്ടിഞ്ചും കാത്തിയാങ്കും മാതിഞ്ചും കുടി കൂവി കൂവി കുടി കുടി കൂവി കുടി കൂവി കൂവി കുടി കുടി കൂവി കോഴിക്കോട് കൊമ്പാമ്പരു കട്ടിഞ്ചും കാത്തിയാങ്കും മാതിഞ്ചും കാരകുത്തുവള്ളി കത്തിയമുണ്ടും കൊണ്ടത് കെട്ടി കരകായി പറിപ്പാ പുറത്തിരി മാപുണിയിലെ കാരകുത്തുവള്ളി കത്തിയമുണ്ടും കൊണ്ടത് കെട്ടി കരകായി പറിപ്പാ പുറത്തിരി മാപുണിയിലെ ഇതാണ് സന്തോഷം. ഇതുപോലെ തന്നെ നമ്മൾ ഈ മരണാനന്തര ചടങ്ങും മറ്റുള്ള എല്ലാ ചടങ്ങുകൾക്കും പാടുന്ന ഈ ഒരു പാട്ട് തന്നെയാണോ പാടുന്നത്? മരണാനന്തരത്തെ അത് അത് നമ്മളെ ഗുരുകാരന്മാരെ കൂട്ടിപ്പിടിച്ചിട്ട് ഇല്ല ലോകത്തില്ലാതെ ദൈവന്മാരെ തികച്ച് കൂട്ടിപ്പിടിച്ചിട്ടാണ് അത് ചൊല്ലുക. ആ പാട്ട് വേറെയാണ്, അത് വേറെയാ. അത് നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് പാടാൻ പറ്റില്ല. അത് മുരിയിട്ടിട്ട് നമ്മളെ കർമ്മം നടത്തുന്നതാണ്. മുറത്തിൽ മുരി ഇടുക. 4 മൂല ഉള്ള ഒരു മൂലയുള്ള മുറയില്ലേ, ആ മുറത്തിൽ ആ മുരി ഇടുക. ആ മുരിൻ്റെ അകത്ത് അത് നേരം പൊളിക്കുന്നവരെ 11 മണിക്ക് ഇരുന്നാല് രാവിലെ നേരം പൊളിക്കുന്നവരെ അത് അതിന്റെ കർമ്മം നടത്തും. അങ്ങനെ പാടിപ്പോക്കാണ് അങ്ങനെ പാടുന്നത്. അത് ഇതിനകത്ത് കിട്ടൂല. അപ്പൊ ഈ മരണാനന്തര ചടങ്ങില് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഉള്ള മരണാനന്തര രീതികൾക്ക് പുറമെ നമ്മൾ ഈ ശവസംസ്കാരത്തിന് പ്രത്യേക രീതികളൊക്കെ ഉണ്ട് നമുക്ക്, അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഈ ശവ സംസ്കാരം നടത്തുമ്പോൾ മുള്ളുകളൊക്കെ പാകിക്കൊണ്ട് അതുണ്ട്. അത് പിന്നെ മുള്ളു വേണം, പിന്നെ ഈ ചപ്പ് വേണം, പാലച്ചപ്പ്. അതിനകത്ത് കുറെ കർമ്മങ്ങളൊക്കെ നടത്താനുണ്ട്. ആ മരിച്ച ചടങ്ങിന് തേങ്ങ മുറിച്ച് വെക്കും, തിരികത്തക്കും. അപ്പൊ അതിനകത്തൊക്കെ പല പിന്നെ സാധനം കൂട്ടാനുണ്ട്. മുള്ളു മാത്രമൊന്നല്ല, അതിനകത്ത് വേറെ ചപ്പും കൂടാനുണ്ട്. പിന്നെ മരിച്ച ചടങ്ങിന് അത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ പൂജയും കർമ്മയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ബോഡി കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ എന്തായാലും ഈ പാട്ടിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇപ്പം ഈ അടുത്ത ദിവസം ഈ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് നല്ല വ്യത്യസ്ത സംഘടനകളൊക്കെ കുഞ്ഞിരാമണ്ണ തേടി വരുന്നുണ്ട്. അവരൊക്കെ ആദരവ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ ഓണാഘോഷത്തിന്റെ പരിപാടി ഡിവൈഎഫ്ഐക്കാർ അല്ലേ? എനിക്കിപ്പോ ആദരവ് തരുന്നുണ്ട്. എനിക്കിപ്പോ കോക്കാട് ഇപ്പൊ ചെറിയൊരു ആദരവ് തരുന്നുണ്ട്. അതെ, ഡിവൈഎഫ്ഐന്റെ ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം തന്നെയാണ്. നമ്മള് പിന്നെ എന്താ പറയാ, നമ്മുടെ ജീവിത സാഹചര്യം കുറച്ച് മോശമാണെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ കുറവില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുസമൂഹത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അതെ, അപ്പൊ അത് തന്നെയാണല്ലോ നമ്മുടെ നേട്ടം. അപ്പൊ ഇതോടൊപ്പം തന്നെ കുഞ്ഞിരാമേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കലാസമിതി, കുഞ്ഞിരാമേട്ടന്റെ സഹായത്തോടു കൂടി ഈ കളികളൊക്കെ പിന്നെ പുറത്തേക്ക് കലാസമിതികളോട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? പിന്നെ നമ്മളെ ഇത് നല്ല സമയത്തെല്ലാം എല്ലാറ്റിണ്ടെങ്കിൽ തെയ്യം തുള്ളലൊക്കെ ഉണ്ട് നമുക്ക്. തെയ്യം തുള്ളലെല്ലാം ഉണ്ടല്ലേ? ഈ തെയ്യം തുള്ളൽ ഈ സമയത്തായിരിക്കും നടത്തുക? അത് ഏത് സമയം
അതിന് കണക്കൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് പാട്ടെല്ലാം ഉണ്ട്. തെയ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ ഒരു തെയ്യം നടത്തുമ്പോൾ അതിനൊരു തോറ്റം പാട്ടുകൾ, അതിന് മുമ്പിൽ ഇതിനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുകൾ ഇതൊക്കെ ഉണ്ടല്ലോ. അതുപോലത്തെ ചടങ്ങുകൾ ഉണ്ടാ? അത് നമ്മൾ ചൊല്ലലാണ്. അത് നമ്മളെ ഗുരുകാരന്മാരെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് മരിച്ച ഗുരുകാരന്മാരുണ്ടല്ലോ അവരെല്ലാം കൂട്ടിപ്പിടിച്ചു. അത് നമുക്ക് രണ്ടുപേരും പാടാൻ പറ്റുമോ അതോ പാടത്തിന് അല്ലെ? അത് ഞാൻ ചൊല്ലി തരാം, നിങ്ങൾക്ക് മനസ്സിലാവോന്ന് അറിയാം. രണ്ടുപേരും പാടും. അപ്പല്ലൊത്തമ്മല്ലൊത്തപ്പല്ല വെച്ചമാരെ വെച്ചിച്ചമ്മ എന്നെ കുടിപ്പാടെ ഗുരുകാരന്മാരെ കുഞ്ഞാളെ കുട്ടികളെ വൈക്കാരോളെ വൈക്കാത്തിമാരെ പതിനാറളിയന്മാരെന്നെ 10 മാന വിനോദ 5 ലക്ഷഞ്ച് പേരെ 5 5 പേര് ഈശ്വരന്മാരെ പേര് എമ്പാട്ടി പേരുത്തമ്മ എന്നെ കല്ലേരി അമ്മ കല്ലേരി ഈശ്വരമരെ കല്ലിട്ടച്ചാമാരി എത്തായ പണ്ടമൂർത്തി പണ്ടകാരന്മാരെ ആറ്റുകാര വൈശ്യന്മാരെ ജമ്മകാരെ കാവുകാരെ കോട്ടക്കരാച്ചിലുത്തമ്മ മൂപ്പിലുത്തപ്പ ബിലികുട മുത്തപ്പ ബിരന്ത മുത്തപ്പ എന്ന പേരും പേശം ദൈവേ ധർമ്മദൈവമ്മേ മാനിപ്പുവതിയമ്മ ചുടേ തമ്പുരാറ്റമ്മേ ഇടത്തൊട്ട വലത്തുടുക വലത്തൊട്ട നടത്തുടുകാൻ തൊണ്ടയ്ക്ക് മുഴ കാണ വേറും കാണ ബുദ്ധി കാണ അറിവ് കാണ തിരിവ് കാണിച്ച് കണ്ണും കെട്ടി കടലിലൊക്കെ നടന്ന് പിന്നെ മണ്ടയുടെ ആൾ പഴയാനിക്കും മന്ത ബുദ്ധിമുട്ട് കേൾക്കും കാലക്കേടും കട്ടപ്പാടും തീരാമാരിയൊക്കെ എടുത്ത് മടക്കിക്കൊണ്ട് മന്ദക്ക് വൈകാറിന് നെഞ്ചിക്ക് നിലകെട്ടി ഉടയകാരത്ത് മന്ദാണ്ട് കഴിച്ച് കഴിക്കുന്നേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മുട്ടും തട്ടും മുള്ളും മുട കമ്പിത്താടെ നോക്കും കാവലാച്ചെടുക്കണേ തമ്പുരന്മാരെ തമ്പുരാറ്റി അമ്മേ അമ്മേ ദേവി ഈശ്വര ഭഗവാനെ നാരായണ 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 അറിവൊന്നില്ലാത്ത വീറമ്പത്തിൽ തൊണ്ടയ്ക്ക് മുതലത്ത് ആളുപാടിയാനായി മുത്തപ്പ രക്ഷിക്കണേ മുത്തപ്പ പൊന്നു മുത്തപ്പ രക്ഷിക്കണേ 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 എന്നെ കോക്കാട് ചാമന്തി 5 കൂട്ടം പഞ്ച് വിശ്വമൂർത്തി രക്ഷിക്കണേ രക്ഷിക്കണേ. ജീവിത സാഹചര്യം എത്ര മോശമാണെങ്കിലും സർവ്വദൈവങ്ങളെയും വിളിച്ച് മനമുരുകി പ്രാർത്ഥിച്ച് അവരുടെ ഔദാര്യമാണ് നമ്മുടെ ജീവിതമെന്ന് ധരിച്ച് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് ആദിവാസി സമൂഹങ്ങൾ. ഇത്തരം കുറേ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ വീടുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാകും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. എന്നിരുന്നാലും ആരോടും പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി എല്ലാ മക്കളെയും കുഞ്ഞുമക്കളെയും നമ്മുടെ അയൽവക്കക്കാരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളാണ് ഇവരുടേത്. ഇവരുടെ കലാപരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെ എല്ലാവരും ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ ഒരു സമൂഹം ഉന്നതിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുകയാണ്. Mother,